ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ചലഞ്ചാണ് ഗൈസ്. ആ ചലഞ്ച് നമ്മളൊരു ബാറ്റിൽ സ്റ്റാർട്ട് ചെയ്യും. ആ ബാറ്റിൽ നമ്മൾ എടുത്ത് കളിക്കും. എന്നിട്ട് ഇത് നമ്മൾ ഫസ്റ്റ് കിട്ടണ ഗണ്ണ് വെച്ചായിരിക്കും കളിക്കാൻ പോണേ. ആ കിട്ടണ ഗണ്ണ് വെച്ച് ബൂയി അടിക്കാനാണ് നോക്കാൻ പോണേ. നമ്മൾക്ക് അടിക്കാൻ പറ്റുമോ നോക്കാം. കളിയിലേക്ക് പോവാം. അത്യാവശ്യം ടൈം എടുക്കുന്നുണ്ട്. കളിയിലേക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ ഗൈസ്. സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി നോക്കാം എങ്ങനെ ഉണ്ടാവും കളിയെന്നൊക്കെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക. എനിക്ക് ഒരു നേട്ടം വേണം ഗൈസ്, എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണ്ടേ, അതുകൊണ്ടാണ് കേട്ടോ ഗൈസ് പറഞ്ഞത്. കൗണ്ട് ഡൗൺ സ്റ്റാർട്ടായിട്ടുണ്ട്. നമുക്ക് നോക്കാം ഗൈസ്. ഇമോട്ടൊന്നും ഇല്ല നമുക്ക്, നമ്മൾ നൂബാണ്. ഞാൻ മഹാ നൂബാണ് ഗൈസ് എന്ന് നിങ്ങളൊക്കെ പറയും. എൻ്റെ ഓൾഡ് അക്കൗണ്ട് പോയോണ്ടാണ് കേട്ടോ ഗൈസ് ഇങ്ങനെ. ഇതെൻ്റെ ന്യൂ അക്കൗണ്ടാണ്. ഇതിനകത്ത് കളിച്ചെടുക്കാൻ നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യണം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് തന്നെ സഹായിക്കണം ഗൈസ്. യൂട്യൂബിൽ നിന്ന് എനിക്കൊരു നേട്ടം പോലും കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ മില്ലിലേക്കാണ് കേട്ടോ ഗൈസ് പോണേ. നമുക്ക് നോക്കി നോക്കാം എന്തൊക്കെയാവുമെന്ന്. ഫസ്റ്റ് കിട്ടുന്ന ഗണ്ണ് ഏതാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. എനിമീസ് ഇവിടെ കുറവായിരിക്കും, പക്ഷെ ലൂട്ട് അടിപൊളിയായിട്ടുണ്ടാവും. അവിടെ എന്തോ ഗണ്ണ് കാണുന്നുണ്ട്. ഞാനവിടെ വയ്ക്കാമെന്ന് വിചാരിച്ചായിരുന്നു പോയെ. പക്ഷെ ഗൈസ് നമുക്ക് കിട്ടിയത് ഡബിൾ ലോട്ടറായിപ്പോയി ഗൈസ്. 1 മിനിറ്റ് ഗൈസ്. ഫോണിൻ്റെ ചാർജ് തീരാറായിട്ടുണ്ട്. നൈസായിട്ട് ചാനലിൽ പോയിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമുക്ക് നോക്കി നോക്കാം ഗൈസ്. ചാർജർ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, കിട്ടി. ചാർജ് ചെയ്യാൻ എടുത്തു കേട്ടോ ഗൈസ്. നമ്മൾ ഫസ്റ്റ് എനിമീനെ കില്ലെടുത്തു കേട്ടോ. ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു പറഞ്ഞ്, ക്ഷമിക്കണം എല്ലാവരും. ഞാൻ ചാർജിങ് പോർട്ടിലെടുത്ത് ഗൈസ്. നമ്മൾ ചാർജിങ് പോർട്ടിലിട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം ഗൈസ് എങ്ങനെയായിരിക്കും കളിയെന്ന്. ബൂയി എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇവിടെ വേറെ എനിമീസിനെ ഒന്നും കാണുന്നില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങും. നമുക്ക് നോക്കാം വേറെ എനിമീസ് ആരെങ്കിലും വരും ഗൈസ്. ഇവിടെ വേറെ ഏതോ ഇത് കാണും ഗൈസ്. പാരഹലൊക്കെ കിടക്കണുണ്ടോ. P90 അതിനേക്കാൾ നല്ല നമ്മൾ ആമോ മാത്രം എടുക്കുകയാണ് കേട്ടോ ഗൈസ്. കിട്ടുമോ നോക്കാം നമുക്ക്. ഇതുകൊണ്ട് ഇത് കിട്ടാൻ വേണ്ടി ഞാൻ ഈ ഇമോട്ട് ഈ ഒരു എബിലിറ്റി കളയാണ് ഗൈസ്. സോറി കേട്ടോ ഇമോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എബിലിറ്റി എടുക്കാൻ. ഹുമ്മറിൻ്റെ എബിലിറ്റി എൻ്റെ കയ്യിലുണ്ട്, എന്നാലും ഞാൻ ആ എബിലിറ്റി എടുത്തിട്ടുണ്ട്. ഞാനത് യൂസ് ചെയ്യത്തില്ല കേട്ടോ ഗൈസ്. ഞാനത് യൂസ് ചെയ്യത്തില്ല ഗൈസ്. ഇവിടെ അടുത്ത ആമോ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നമുക്കൊരു പണി തുടങ്ങാം. ആരെങ്കിലും വീഴുമോ നോക്കാമല്ലോ. ഒരു സംഭവം ഗൈസ്, സൂപ്പർ മാഡ് കിട്ടിയിട്ടുണ്ട്. നമ്മളത് എടുക്കുകയാണ്. ലാൻഡ് മൈൻ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. വേറെ എവിടെ നിന്നെങ്കിലും ലാൻഡ് മൈൻ കിട്ടുമോ നോക്കാം ഗൈസ്. അടുത്ത ലാൻഡ് മൈൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നോക്കി നോക്കാം. സസാര ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. ഞാൻ മെഡിക്കിറ്റ് എടുത്തു. ഓക്കെ, നമുക്ക് നോക്കാം. ഞാൻ ഇതെടുത്തിട്ടുണ്ട്. ഈ സംഭവത്തിൻ്റെ പേരെന്താണെന്ന് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണം ഗൈസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണേ. അതുമാത്രം മതി. ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു ടാസ്ക് തരാം. ഞാൻ ഇതിനകത്തിപ്പോൾ എത്ര ആവണേ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഷെയർ എന്നൊക്കെ എത്ര പ്രാവശ്യം പറഞ്ഞു എന്ന് നിങ്ങൾ കറക്റ്റായിട്ട് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ ഗൈസ്. ആരാ ഏറ്റവും ആദ്യം പറയുന്നതെന്ന് നോക്കാം കറക്റ്റായിട്ട്. നമുക്ക് നോക്കി നോക്കാം. അതുകൊണ്ട് നമ്മളിവിടെ ഒരു പണി തുടങ്ങാൻ പോവാണ് ഗൈസ്. മെഡിക്കിറ്റ്, എൻ്റെ സൂപ്പർ മെഡൊക്കെ ഞാൻ ഇവിടെ വെക്കാൻ പോവാണ്. സൂപ്പർ മെഡ് ഇത് കളയാൻ പറ്റില്ല. ഞാൻ ആ ചിപ്പ് കളയുവാണ് കേട്ടോ ഗൈസ്. ചിപ്പ്, അപ്ഗ്രേഡ് ചിപ്പ്, അതാ ഞാൻ അവിടെ വെച്ചു. ഒരു ലാൻഡ് മൈൻ ഞാൻ കളയാൻ നോക്കി, പക്ഷെ ഞാൻ പൊട്ടത്തരം കാണിച്ചാണ് ഗൈസ്. അത് ഞാൻ മാറ്റിയിട്ട് ലാൻഡ് മൈൻ വെക്കാനാണ്. ഫസ്റ്റ് തന്നെ നമുക്കൊരു പണി കിട്ടും ആയിരിക്കും, എനിക്കറിയത്തില്ല ഗൈസ്. എനിക്കിട്ട് കിട്ടി 27 ഡാമേജായി. ഓരോടെ വെച്ചിട്ട് ഞാൻ മാറുവാണ്. ഞാൻ ഓടിപ്പോന്നു, എനിക്ക് വയ്യ.
നമുക്ക് നോക്കി നോക്കാം ആരെങ്കിലും വീഴുമെന്ന്. ഞാൻ അവിടെ മറ്റേ ആൾക്കാരെ അറിയിക്കാൻ വേണ്ടി ഞാൻ മറ്റേ സംഭവം ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ട് പറ എങ്ങനെയുണ്ടെന്ന്. ഞാൻ ലൈറ്റ് ഇട്ടാണ് കേട്ടോ ഗൈസ്. ആരും വീഴണില്ല എന്ന് തോന്നുന്നു. അപ്പോൾ തന്നെ സേഫ് സോൺ വരുമായിരിക്കും. സേഫ് സോൺ ഗൈസ് 100 നാവ് സേഫ് സോൺ. ഇപ്പം ഫാനിൻ്റെ ഒച്ച കേൾക്കാം, അത് നിങ്ങൾ മൈൻഡ് ആക്കണ്ട, നിങ്ങൾ വീഡിയോ നോക്കിയാൽ മതി. ചൂടെടുത്തപ്പോൾ ഞാനിട്ടാണ് ഗൈസ്. എങ്ങനെയുണ്ട് ഇന്നത്തെ ചൂട്? പൊളിയല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ ആ ലാൻഡ് മൈൻ പൊട്ടിച്ചിട്ട് എൻ്റെ സൂപ്പർമെൻ്റ് എടുക്കുകയാണ്. കാര്യം എനിക്കതില്ലാണ്ട് പറ്റത്തില്ല. ഞാൻ വെറുതെ ആ ജിപ്പ് എടുത്തു. ഈ ഇതാവുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാമല്ലോ ഇതിനു വേണ്ടി. എന്ത് അറിയോ? ഇല്ല, ഞാൻ പറയാം. ഈ സോണിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് കുറയുമല്ലോ, ഹെൽത്ത് കുറയുമല്ലോ. അന്നേരം നമുക്ക് എവിടെയെങ്കിലും മാറിപ്പോയിരുന്ന സൂപ്പർമെൻ്റ് അടിക്കാമല്ലോ, അതോർത്തിട്ടാണ് ഗൈസ്. ഞാൻ സോണിനെ വെട്ടിക്കാൻ വേണ്ടി ഈ സംഭവത്തിൽ കയറിയിട്ടുണ്ട്. ഇത് സിബ്ലൈൻ എങ്ങാണ്ടല്ലേ പറയുന്നത് ഇതിന്? അങ്ങനെ എന്താണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. നമ്മൾ ഈ കളി ബൂയി എടുക്കുമോ ബൂയി എടുക്കൂലേ? നിങ്ങൾ കാണാണ്ട് ഫസ്റ്റ് തന്നെ കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം കേട്ടോ. നേരെ പോവാം. ഇവിടെ എനിമീസൊന്നുമില്ല. ഇവിടെ എനിമി ഉണ്ടോ എന്ന് നോക്കാം കേട്ടോ. നമുക്ക് ഇവിടെ എനിമി ഉണ്ട്. അവൻ ഇറങ്ങി ഓടിയാ. ഞാൻ നമ്മുടെ വെക്ടർ എടുത്തിട്ടുണ്ട്. അവൻ അടിച്ചു. ചാവുമെന്നൊന്നും അറിയത്തില്ല. നമുക്ക് കില്ലെടുക്കാം. സെക്കൻഡ് കില്ലായിട്ടുണ്ട്. ആദ്യം ഞാൻ എടുത്തൊരു കെല്ലീനെയാണ്. ആ കെല്ലി നൂബായതുകൊണ്ട് നമുക്ക് വേഗം എടുക്കാൻ പറ്റി. ഇവൻ ഓടുമായിരുന്നു ഗൈസ്. അതാണ്. നമുക്ക് കളി വാച്ച് ചെയ്തുകൊണ്ട് നിൽക്കാം. നോക്കുമ്പോൾ പീക്കിലാരും ഇല്ല. എൻ്റെ മറ്റേ ആ ഡ്രോൺ ഉമറിൻ്റെ എബിലിറ്റി അത് ആ സൈഡിലേക്ക് പോയിട്ടുണ്ട്. ഞാനത് മൈൻഡ് കേൾക്കാണ്ട് പോയിട്ടുണ്ട്. നമുക്ക് ഈ കളി ഊയെടുക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു മനസ്സ് പറയണത്. നമുക്ക് നോക്കാം ഗൈസ്. ഞാനിവിടെ ഒന്ന് നിർത്തുവാണ്. നമുക്ക് നോക്കാം. നമുക്കൊരു ക്ലോസ്ഡ് കാറ് കിട്ടുവാണെങ്കിൽ, ഇങ്ങനത്തെ കാറാണെങ്കിൽ നമുക്ക് ദൂരത്തു നിന്ന് അടി വേഗം കിട്ടും, വേഗം ഹെൽത്ത് കുറയുകയും ചെയ്യും. മറ്റേ ടൈപ്പ് കാറാണെങ്കിൽ ഗൈസ് കിട്ടി. മോൺസ്റ്റർ ട്രക്കൊന്നും നമുക്ക് കിട്ടാറില്ല. ഞാൻ കിട്ടിയാലും മോൺസ്റ്റർ ട്രക്ക് എടുക്കാറില്ല. എനിക്കിഷ്ടമല്ല ഗൈസ് മോൺസ്റ്റർ ട്രക്ക്. കൊള്ളൂല, എനിക്കിഷ്ടമല്ല. പക്ഷെ എല്ലാവരും പറയുന്നുണ്ട് മോൺസ്റ്റർ ട്രക്ക് നമ്മളിത് കളിക്കുമ്പോൾ നല്ലതാണെന്ന്. എനിക്കിതുവരെ തോന്നിയിട്ടില്ല കേട്ടോ ഗൈസ്. ഞാൻ ഉള്ള കാര്യം പറയും, എനിക്കിതുവരെ തോന്നിയിട്ടില്ല. നമുക്ക് അഡീഷണൽ കീ കിട്ടിയിട്ടും കാര്യമില്ലാന്ന് തോന്നുന്നുണ്ട്. നമുക്ക് കിട്ടുമോന്നൊന്നും അറിയില്ല. പക്ഷെ നിങ്ങൾക്ക് എത്ര തവണ അഡീഷണൽ കീ കിട്ടിയിട്ടുണ്ടെന്നൊന്ന് പറയണേ. നോക്കി നോക്കാം എത്ര തവണ ആർക്കാണ് ഏറ്റവും കൂടുതൽ അഡീഷണൽ കീ കിട്ടിയേക്കണേന്നൊന്ന് നോക്കാം ഗൈസ്. ഇവിടെ ഒരു ഞാനിപ്പോൾ ഈ കാണിക്കുന്ന മാപ്പില്ലേ, ഈ പെട്രോൾ ടാങ്കിൻ്റെ ഇവിടെ നമുക്കൊരു ഹൈഡിങ് പ്ലേസ് ആണ് കേട്ടോ ഗൈസ്. അത് ഞാൻ പിന്നെ ഒരു വീഡിയോ കാണിച്ചു തരാം. ഇപ്പം നമുക്ക് ഇത് നോക്കാം. അപ്പോൾ കളി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനിയുണ്ട്. നമ്മൾ അടുത്തൊരു അഡീഷണലിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അടുത്തൊരു അഡീഷണലിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ വിളിച്ചെൻ്റെ കൂട്ടുകാരനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കളി ബൂയി എടുക്കുമോ നോക്കാം. നമുക്ക് നോക്കാം. ഇനി 8 എനിമിയോടെ ഉള്ളു. 8 ആണോ 6 ആണോ? 8 എനിമിയോടെ ഉള്ളു കേട്ടോ ഗൈസ്. നമുക്ക് ഇരിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഗൈസ് അവിടെ എന്തോ ഒരു ഫൈറ്റ് കണ്ടായിരുന്നു. ഇവിടെ നിന്ന് പോയി നോക്കണോ? അല്ലെങ്കിൽ വേണ്ട ഗൈസ്, ഇങ്ങനെ അടി കിട്ടിയാലോ. ഗൈസ് ലൂട്ട് ബോക്സ് നോക്കാം. ആമ എടുത്തിട്ട് ഞാൻ പോവാണ് ഗൈസ്. പക്ഷെ നമുക്കൊരു പിസ്റ്റൽ കൈ കയറിയിട്ടുണ്ട്. ആ പിസ്റ്റൽ ഞാൻ കളയുവാണ്. നമുക്ക് പിസ്റ്റലിൻ്റെ ആവശ്യമില്ല. പാനും ഞാൻ കളഞ്ഞു. ഒന്നോടെയും കയറുമായിരിക്കും. ഇതേ ഗൈസ് ഷോൺ
ഷോണും പോട്ടെ സോൺ നമുക്ക് കളി പോയി ആവും ഗൈസ്. ഈ കളി ഇനി 7 പേരോടെ ഉള്ളൂ. സുഖമായിട്ട് ജയിക്കാമെന്ന് തോന്നുന്നു ഗൈസ്. അവിടെ ഒരു ഇതേ ഗൈസ് ഒരുത്തൻ ലൂട്ട് എടുക്കുന്നു. ശാന്തിയിലെ MP40 സ്കാറും കണ്ടാന്ന് തോന്നുന്നുണ്ട്. നല്ലോണം കുത്തുണ്ടവൻ. അവൻ്റെ ഹെഡ് ഷോട്ട് അടിച്ചിട്ടുണ്ട് അവൻ. 3 കില്ലായിട്ടുള്ളൂ ഇതുവരെ. അത്യാവശ്യം ലൂട്ട് അവൻ്റെ നിന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഗണ്ണൊന്നും മാറ്റും ഗൈസ്. പിന്നെ ഒരു മിനിയൂസ് കയറിയിട്ടുണ്ട് നമ്മുടെ കയ്യിൽ. ഞാൻ മിനിയൂസ് ഇറക്കണം നമുക്ക്. അതിന് മുമ്പ് മെഡ് അടിക്കാം. പിന്നെ അത്യാവശ്യം ഇത് കുറച്ചിട്ടുണ്ട്. അവൻ്റെ കയ്യിൽ സ്കാറായിരുന്നു കേട്ടോ ഗൈസ്. ഇതാണ്ട ഗൈസ് അടുത്ത എനിമി. നല്ലൊരു ഡാമേജ് തന്നെ ഞാൻ അവന് കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ അവന് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ അവനും കില്ലേ. ഇനി വെറും 5 പേരോടെ ഗൈസ്. അഡീഷണൽ കീ അടിച്ചിട്ടുണ്ട്. അഡീഷണൽ കീ ഇട്ടിട്ടും കാര്യമില്ല. നമ്മളിപ്പോൾ കളിയുടെ എത്തിയില്ലേ. ഞാൻ അഡീഷണൽ കീ എടുത്തിട്ടും കാര്യമില്ല. പിന്നെ ആദ്യം കിട്ടുന്ന ഗണ്ണ് വെച്ച് കളിക്കണ്ടല്ലേ നമ്മൾ. അതുകൊണ്ട് കളിച്ച് പോവാം. ഇതേ ഗൈസ് ഒരു എനിമി. ഒരു ഒരു കള്ളിയാണ് ഗൈസ്. അത് കള്ളി. ഇതൊരു കള്ളിയാണ് കള്ളി. നോക്കാം. ഇത് അവളുടെ നിന്ന് 2 ചിപ്പ് കിട്ടിയിട്ടുണ്ട്. എന്ത് ചെരുപ്പാണെന്നൊന്നും എനിക്കറിയില്ല. ചിപ്പ് കിട്ടിയിട്ടുണ്ട് എന്നറിയാം. പക്ഷെ ഒരു മിനിയൂസ് കിടപ്പുണ്ടല്ലോ. അത് നമുക്കെടുത്ത് കളയാട്ടോ. വണ്ടിയുടെ അകന്ന് മാറിപ്പോയി. ഗൈസ് ഞാൻ മിനിയൂസ് കളഞ്ഞിട്ടുണ്ട്. പാൻ കയ്യിലിരുന്നോട്ടെ. എങ്ങാനും കണ്ണിൻ്റെ മുതിർന്നാലോ തലക്കടിച്ച് കൊല്ലാലോ. ഏത് വൈവ് അമ്പാനി വൈവ്. ഇതേ ഗൈസ് എനിമി ഒരു ഫൈറ്റ് കാണുന്നുണ്ട്. ലാസ്റ്റ് 2 എനിമീസാണ്. നമുക്ക് അവരെ പോയി എടുക്കാം. ഇവളെ ഞാനിപ്പോൾ ഇറങ്ങിയടിക്കേണ്ട വരുമായിരിക്കും. ഞാൻ ഇറങ്ങിയടിക്കേണ്ട വരുമായിരിക്കും. ജസ്റ്റ് ഗണ്ണെടുക്കട്ടെ. അവളെ പയ്യൊരടി കൊടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ അവളെ കില്ലടിക്കാൻ പറ്റും. അങ്ങനെ അവളെയും കില്ലെടുത്തു. ഇപ്പോൾ നമുക്ക് 6 കില്ലായിട്ടുണ്ട്. ഇനി ഒരാളോടെ ഉള്ളൂ കേട്ടോ ഗൈസ് എന്തായിട്ട്. നമുക്ക് നോക്കി നോക്കാം. പബ്ജിയിലെ ഹെൽമെറ്റ് മാതിരിച്ചാണ് ഗൈസ് നമ്മുടെ ഫ്രീ ഫയറിലെ ഹെൽമെറ്റ്. ഗൈസ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ പബ്ജിയും ഫ്രീ ഫയറും കൊളാബായിട്ടുണ്ടായതാണോ 2 ഗെയിമും? മീൻസ് ഫസ്റ്റ് ഏത് ഗെയിം ഉണ്ടായെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്ത് പറയാൻ പറ്റും? എനിക്ക് തോന്നുന്ന പബ്ജി എന്നാണ്. അതിൽ അത്രയ്ക്കും റിയലിസ്റ്റിക് ഉണ്ടല്ലോ. നമുക്ക് നോക്കാം. ഈ കളി നമ്മൾ പോയി എടുക്കും. ഇപ്പം നിങ്ങൾ പറയുമായിരിക്കും നൂബുകളായിരിക്കും ഈ കളിയിൽ, അതുകൊണ്ട് നിനക്ക് സുഖമായിട്ട് കളിയൊക്കെ ചെയ്യിക്കുന്നത്. പക്ഷെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്ലേയേഴ്സ് തന്നെയാണ് കേട്ടോ ഗൈസ്. ഇറങ്ങി അടിക്കാം ഗൈസ്. അങ്ങനെ ബൂയ നമ്മൾ എടുത്തു. നമ്മുടെ അങ്ങനെ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഐ എം XLG ചാനൽ മാസ്റ്റർ ഗെയിമേഴ്സ്. താങ്ക് യു.